തിരക്കാണ്, എനിക്കിരിക്കാൻ സീറ്റ് കിട്ടിയില്ല. ഞാൻ ബസ്സിൽ കമ്പി പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി എടങ്ങറായി ആടി ഉലഞ്ഞു നിൽക്കുക. 2 മണിക്കൂർ യാത്ര ചെയ്തു. ഇനി തൃശ്ശൂരിലേക്ക് 1/2 മണിക്കൂർ കൂടി യാത്ര ചെയ്യാനുണ്ട്. അപ്പോഴാണ് ഒരു സ്റ്റോപ്പിൽ സീറ്റിൽ ഇരിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് ഇറങ്ങുന്നത്. ആ സീറ്റിലേക്ക് ഞാൻ ഓടിച്ചെന്നിരുന്നു. ഇരുന്നതും തൊട്ടപ്പുറത്തെ സീറ്റിൽ സ്റ്റോപ്പിൽ ഒരു അണ്ണാച്ചി തള്ള ഒരു കുട്ടിയെയും എടുത്ത് വണ്ടിയിലേക്ക് കയറി. ഞാൻ ഇത്ര നേരം നിന്ന് കാല് കടഞ്ഞ് എടങ്ങറായിട്ട് നിൽക്കുക. അത്ര എടങ്ങറായി നിൽക്കുമ്പോ അവിടെ ഇരുന്ന സുഖം ഉണ്ടല്ലോ അല്ലെ, ഭയങ്കര സുഖലേക്കാരം. നമ്മളെ ഈ പുറത്ത് കയ്യെത്താത്ത സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ചൊറിയും. അപ്പൊ നമ്മള് ചുമരുമലൊക്കെ പോയിട്ട് ഇങ്ങനെ പുറത്തു അപ്പൊ കിട്ടുന്ന സുഖല്ലേ. അതൊക്കെ പോലെ കാലൊക്കെ ഇങ്ങനെ കടഞ്ഞ് എടങ്ങറായിരിക്കുമ്പോ ഒരു സീറ്റ് കിട്ടിയ സുഖം ഉണ്ടല്ലോ, ആ സുഖം ഞാനിങ്ങനെ ശരിക്കും അനുഭവിക്കുമ്പോഴാണ് അണ്ണാച്ചി കുട്ടിയുമായി കയറുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ. ഞാനാണെങ്കിൽ ഒരു മൊയിലേരാണ്, ഒരു മൊയിലേര് കുട്ടിയെ ദർസ് പഠിക്കുന്ന സമയമാണ്. 9-ലോ 10-ലോ പഠിക്കുന്ന നേരത്ത് ഞാൻ ചിന്തിച്ചു, ഇനിയിപ്പോ ഞാൻ നീച്ചു കൊടുക്കണ്ട. കാരണം നമ്മൾ ഇരിക്കാൻ പാടില്ല. കയറിയത് ഒരു അമ്മ ഒരു കുഞ്ഞിനെയുമായിട്ടാണ്. അപ്പൊ എനിക്കാണെങ്കിൽ നീച്ചു കൊടുക്കാനും തോന്നില്ല, എന്നാലാണ് എനിക്ക് അവിടെ ഇരിക്കാനും പോയി. അങ്ങനത്തെ എട്ടങ്ങർ പിടിച്ചിങ്ങനെ ഞാൻ ഇരിക്കുക. ഞാൻ ഏതായാലും എന്റെ വിശാല മനസ്സുകൊണ്ടൊരു കാര്യം തീരുമാനിച്ചു, തൽക്കാലം നീച്ചു കൊടുക്കണ്ട, കുട്ടീനെ അടുത്ത് മടിയിൽ വെക്കാം. നിങ്ങളത്രക്ക് നല്ല മനസ്സൊന്നും എന്നാലും ചെറിയൊരു ഇത്. അപ്പൊ ഞാൻ നീച്ചെടുക്കാൻ മടി, കാരണം അത്ര നേരം ഇരുന്ന് അടങ്ങറായതല്ലേ, നിന്ന് അടങ്ങറായതാ. അപ്പൊ ഒന്ന് കുറച്ചൊന്ന് ഇരിക്കാന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ കുട്ടീനെ വാങ്ങി എന്റെ മടിയിൽ വെച്ചു. കുട്ടീനെ മടിയിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ താലോലിക്കാണ്. കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുട്ടീനെ ഇങ്ങനെ താലോലിച്ച് എന്റെ കയ്യിൽ ചെറിയൊരു മുട്ടായൊക്കെ ഉണ്ടാകും, മുട്ടായൊക്കെ തോലൊഴിച്ച് കുട്ടിയുടെ തൊള്ളയിൽ ഇങ്ങനെ വെച്ചെടുത്ത് തിന്നു മോനൂസായെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുള്ള് കുട്ടിയുമായിട്ടുള്ള ആ ഒരു 1/2 മണിക്കൂർ യാത്ര ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോ തൃശ്ശൂർ എത്താനായിട്ടുണ്ട്, എനിക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. ഈ കുട്ടിയെ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോ കുട്ടിയുടെ അമ്മനെ കാണാനില്ല. ബസ്സിന് ഞാനിങ്ങനെ എത്തി നോക്കി, അല്ലാ എവിടെ അണ്ണാച്ചി? ചോനെ ആ നീല സാരി തള്ളനെ കാണാനില്ല. ഞാൻ പോയി കണ്ടക്ടറോട് ചോദിച്ചു, കണ്ടക്ടറെ ഒരു നീല സാരി ഒക്കെ ഇട്ടിട്ട് ഒരു അണ്ണാച്ചി തള്ള ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അതെവിടെ? അതൊക്കെ എപ്പോഴോ ഇറങ്ങി മൊയിലേറെ. എന്ത് തള്ളത്? വണ്ടിയിലേക്ക് കൂടെ എടങ്ങറായി. ഞാൻ പറഞ്ഞു ഇപ്പൊ നിർത്തണം എന്ന് പറഞ്ഞു. ഇപ്പൊ നിർത്താൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിർത്തിയേ പറ്റൂ. അങ്ങനെ വണ്ടി നിർത്തിച്ച് വണ്ടിയിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ബസ് വന്ന അതേ സ്ഥലത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വണ്ടി തിരിച്ച് റിട്ടേൺ വരികയാണ്. ഓട്ടോറിക്ഷ വിളിച്ച് വരുമ്പോ ഓട്ടോറിക്ഷക്കാരന് കുറച്ച് തിരക്കുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് ഇതുവരെ ഏതുവരെ എന്ന് പറയാൻ എനിക്ക് അറിയില്ലല്ലോ. അണ്ണാച്ചിയോടെ ഇറങ്ങി ഇതുവരെ ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങനെ എത്തുമ്പോ ഒരങ്ങാടി എത്തുമ്പോ ഇവിടെ അല്ല കുറച്ചുകൂടി ഇവിടെ കുറച്ചുകൂടി ഓട്ടോറിക്ഷക്കാർക്ക് പിരാന്ത് കയറാൻ തുടങ്ങി. ഇവർക്ക് അടുത്ത ട്രിപ്പിന് പോകാനുള്ളതാണ്. ഓട്ടോറിക്ഷക്കാരൻ ഞാൻ എന്താ കുറച്ചുകൂടി ഞാൻ ഇങ്ങനെ നോക്കുക. ഓരോ സ്ഥലത്ത് ഞാൻ നോക്കുന്നുണ്ട്, അണ്ണാച്ചി എവിടെയെങ്കിലും ഉണ്ടാ, നീലസാരി ഉണ്ടാ. ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ അതാ അവിടെ ഇങ്ങനെ നീല സാരി ഇട്ടിട്ട് തള്ള വണ്ടി വേഗം പോയി ബ്രേക്ക് പിടിച്ച് നോക്കുമ്പോ ആ തള്ളല്ല. ഡ്രൈവർക്ക് വീണ്ടും ദേഷ്യം പിടിച്ചു, വണ്ടി നേരെ വീണ്ടും വിട്ടു. അങ്ങനെ ചെന്നിട്ട് കുറെ പോയപ്പോ ലാസ്റ്റ് തള്ളയെ കണ്ടെത്തി. തള്ളയുടെ അടുത്തെത്തി വണ്ടി നിർത്തിയാൽ മതി. നിങ്ങൾ എന്ത് പണിയെ കാട്ടി? കുട്ടീനെ എന്റെ അടുത്താക്കി പോയിക്കുക. അല്ല ഏത് കുട്ടി? എന്ത് കുട്ടി? ആരെ കുട്ടി? ഞാൻ പറഞ്ഞു ഈ കുട്ടി ഇങ്ങനതല്ലേ. ഇന്റെതൊന്നല്ല. ഈ മൊയിലെന്താ പറഞ്ഞ ഇന്റെ കുട്ടിയൊന്നല്ല. ഞാൻ പറഞ്ഞു നിങ്ങളല്ല വണ്ടി നിൽക്കും. ഏത് വണ്ടിയാണ്? ഞാൻ ബസ് കയറിയിട്ടല്ലോ. കുടുങ്ങിയ എടങ്ങറായി. അപ്പൊ ആളുകൾ കൂടി എന്താ വിഷയമൊക്കെ ഞാൻ പറഞ്ഞു.
ആളുകളൊക്കെ ഇടപെട്ടിട്ടും ആ ഉമ്മ സമ്മതിക്കണില്ല, അമ്മ സമ്മതിക്കണില്ല എന്റെ കുട്ടിയാണെന്ന്. ഞാൻ ആകെ കുട്ടിക്ക്. അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് അതിലൂടെ ഇങ്ങനെ പോണത്. ആളുകൾ കൈയും കട്ടി, സാർ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാറ് പറഞ്ഞു, ഞാൻ ഒരു കേസ് അന്വേഷണത്തിൽ അല്പം തിരക്കിലാണ്, വിഷയം പറയൂ. വിഷയം കുറെ പറഞ്ഞു, പക്ഷെ പെണ്ണേറ്റ് സമ്മതിക്കണില്ല. എന്നോട് ഞാൻ പറഞ്ഞു, പോലീസ് പറഞ്ഞു രണ്ടാളും വണ്ടിയിൽ കയറണം. അങ്ങനെ ഞാനും ആ അണ്ണാച്ചി തള്ളയും ആ ചെറിയ കുട്ടിയും കൂടി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോലീസ് ജീപ്പിൽ കയറി. പോലീസ് ജീപ്പിൽ കയറിയവരുണ്ടാ? അങ്ങനെ സംഭവം സെൽഫി ഒക്കെ എടുത്തിട്ടാ പോലീസ് ജീപ്പിൽ ഒലക്ക ഉണ്ടെങ്കിൽ ആ പൊട്ടി പിടിച്ചു കണ്ടല്ലോ ഒരു വണ്ടി. എന്ത് ഏതായാലും പോലീസ് ജീപ്പിൽ കയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നേരെ SIന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഞാനും ആ അണ്ണാച്ചിയും ആ കുട്ടിയും കൂടി SIന്റെ അടുത്ത് ഞാൻ പോയി നിന്നു. SI വിഷയങ്ങൾ അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ഇദ്ദേഹത്തിന്റെ കുട്ടിയാണ്. ആ പെണ്ണ് പറഞ്ഞു ഇത് എന്റെ കുട്ടിയല്ല. അങ്ങനെ നിർബന്ധ വാശി പിടിക്കുന്നത് എന്റെ കുട്ടിയല്ല എന്ന് ഉറപ്പ് പറഞ്ഞപ്പോ പോലീസ് SI ഒരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. SI പറഞ്ഞു ഞാൻ ഒരു ടെസ്റ്റ് നടത്തുക, ഇത് ആരുടെ കുട്ടിയാണെന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റാണിത്. അപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം ടെസ്റ്റ് നടത്തിയാൽ എന്തായാലും ഇത് അമ്മയുടെ കുട്ടിയാണെന്ന് മനസ്സിലാവുമല്ലോ. ആ ഉറപ്പില് ഞാൻ ഇങ്ങനെ നിൽക്കാം. സാർ ആയിക്കോട്ടെ സാർ. അതിൽ സാറ് പറഞ്ഞു ആദ്യം ഈ അമ്മ കുട്ടിക്ക് ഇങ്ങനെ കയ്യാട്ടണം. നമ്മൾ കുട്ടികളെ എടുക്കാണ്ട് കയ്യാട്ടൂലേ? അപ്പൊ എന്തായാലും അമ്മയുടെ അടുത്തേക്കല്ലേ പോവുള്ളൂ, ഉറപ്പല്ലേ? ഞാൻ ആയിക്കോട്ടെ സാർ, അത് മതി അതന്നെ മതി. അവ സാറ് ആയിക്കോട്ടെ. അങ്ങനെ കുട്ടീനെ ടേബിളിൽ ഇരുത്തി കുട്ടീനെ കേടിക്കുന്നത് അമ്മ ഇങ്ങനെ കയ്യാട്ടാൻ. ആദ്യം അമ്മനോട് കയ്യാട്ടാൻ പറഞ്ഞു. കുട്ടി മെയിൻറ്റെയിൻ ചെയ്യണില്ല, യാറിന്റെ കിളിയാണ്ട് പോയി. കുട്ടി മെയിൻറ്റെയിൻ ചെയ്യണില്ല, അമ്മ കണ്ടതായിട്ടുള്ളൊരു ഭാവം പോലില്ല. എനിക്ക് പേടിയാൻ തുടങ്ങി. പക്ഷെ ഒരു സമാധാനം ഉണ്ട്, അമ്മന്റെ അടുത്തേക്ക് തന്നെ മുഖത്ത് കുട്ടി വേറെ ആരുടെ അടുത്തേക്കും പോകില്ലല്ലോ. അപ്പോ എന്നോട് സാറല്ലേ കൈ കാട്ടി നിറങ്ങി. ഞാൻ ഒരു സമാധാനത്തോടു കൂടിയാണ് കൈ കാട്ടാൻ. ഞാൻ അമ്മന്റെ അടുത്ത് പോകാത്ത കുട്ടിന്റെ അടുത്തേക്ക് എന്തായാലും വരില്ല എന്നുള്ളത്. ഞാൻ പോയിട്ട് കൈയുടെ കുട്ടിയുടെ ചാടിലിന്റെ മേൽക്ക് എന്തൊരു പറയണം. പോലീസിനെ കലിപ്പ് കയറി ആളെ സമയം കളയാൻ വേണ്ടിട്ട് അത് ഇത് ഓലൊക്കെ ഭയങ്കര ചൂടാവല്ലോ. ദേഷ്യം പിടിച്ച് ചൂടായിട്ട് മൂപ്പരെ കലിപ്പ് മാറിയില്ല. അയാള് ലാത്തി കണ്ടിട്ട് നിങ്ങള് നല്ല തടിയുള്ള പോലീസുകാരെ കണ്ട വടി, നല്ല വലുപ്പമുള്ള തടിയുള്ള വടി. ആ വടിയായിട്ടുണ്ട് വന്നിട്ട് ഒറ്റടി. സാറ് വീണ്ടും അടുത്ത വടിയിട്ട് വേദനായി. മൂന്നാമതും സാറ് വടിയിട്ട് ഒറ്റ അടിയിൽ അടിച്ചപ്പോ ഞാൻ കുറച്ച് ജിമ്മല്ലേ അടുത്തടുത്ത് അതിൽ എന്റെ കൈ നേരെ പോയി ചുമരുകൊണ്ട് അടിച്ച്. ഞാനപ്പൊ കണ്ണു ഞാൻ തുറന്നപ്പോഴാണ് മനസ്സിലായത് സ്വപ്നായിരുന്നു അല്ലേ. കഴിച്ചിലായി. ഞാൻ ശരിക്ക് പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല, ജയിലിലും പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. മനസ്സിനൊരു ആശ്വാസം. ലൈഫ് ഈസ് ഡ്രീം വേൾഡ്. ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്ന ലോകം. ഇവിടെ നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മളൊക്കെ പലതും സ്വപ്നം കാണാറുണ്ട്. എല്ലാം നടക്കുവോ? ഇല്ല, എല്ലാം നടക്കൂല. രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുന്ന നേരത്ത് വീട്ടിന്റെ കട്ടിന്റെ അടിയിൽ പെട്ടിയിൽ ഇങ്ങനെ 1,00,000 രൂപയുടെ ഒരു പെട്ടി ഇങ്ങനെ വന്നിരിക്കുന്ന സ്വപ്നം കാണും. പെട്ടെന്ന് ഉറങ്ങി നീച്ച് തുറന്നാക്കിയ പെട്ടി ഉണ്ടായാലും ഒരു പടക്കോയി ഉണ്ടാവില്ല അവിടെ.